പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് റവ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരം ഉണ്ടാക്കി നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്ത റവയോ ആകാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത റവ വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇതുപോലെ ഫൈൻ പൗഡറായിട്ട് വേണം ഇത് കിട്ടാനായിട്ട്. ഇനി അതേ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കാം. അതും കൂടെ ഈ ഒരു റവയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കണം. ഇനി ഇതിലേക്ക് തന്നെ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. മുട്ടയൊന്നും കൂട്ടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മുട്ടയ്ക്ക് പകരം തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തൈര് എടുക്കുമ്പം ഒരുപാട് പുളിയില്ലാത്തത് വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ വാനില എസൻസിനാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ. പിന്നെ ആ ഒരു മുട്ടയുടെ സ്മെല്ലും ഉണ്ടാവത്തില്ല. ഇനി 1 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ ഒരു തിക്ക് ബാറ്ററായിട്ട് വേണം കിട്ടാനായിട്ട്. ഇനി ഇത് കുറച്ചുകൂടെ വലിയ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുള്ള റവയും പഞ്ചസാരയും ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മുട്ടയുടെ മിക്സും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പാല് റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കണം. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കണം എടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇത് വേറൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇതൊരു അരമണിക്കൂർ സമയത്തേക്കിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് മാറ്റി കൊടുക്കാം. റവ ആയതുകൊണ്ട് ഒന്നും കൂടെ ഇത് കുതിർന്ന് വരും. ഇതിപ്പോൾ ഇവിടെ അരമണിക്കൂർ നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. കറക്റ്റ് നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. 1 നുള്ള് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടി റവയിൽ മിക്സ് ആക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മളിത് സ്റ്റീൽ ഗ്ലാസ്സിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് പകരം ചെറിയ ബൗളൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഇതിലേക്ക് ഓയിലോ നെയ്യോ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ആ ഒരു ബാറ്റർ ഗ്ലാസ്സിലേക്ക് പകുതി ഒഴിച്ച് നിർത്താം. ഇതുപോലെ ഒരു മെഷർമെൻറ്റ് കപ്പ് എടുക്കുവാണെങ്കിൽ കറക്റ്റ് ഒരേ വലുപ്പത്തിൽ തന്നെ കിട്ടും. ഇനി ഇതേ ഒരു ഫോയിൽ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്ത് എടുക്കാം. നമ്മളിത് ആവിയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് വെള്ളമൊക്കെ വീഴും. അതുകൊണ്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് എടുക്കണം. ഇനി ഇത് ആവിച്ചെമ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ആദ്യം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു അരമണിക്കൂർ നേരം വേവിച്ചെടുക്കാം. ഇത് പകുതി വെന്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത കിസ്മിസും കാഷ്നട്ട്സും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അതാ ഇപ്പം നന്നായിട്ട് തന്നെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. നമ്മൾ ഒഴിച്ചു കൊടുത്ത ബട്ടറിനേക്കാളും നന്നായിട്ട് പൊന്തിച്ച് വന്നിട്ടുണ്ട്. ഗ്ലാസ്സിൽ നിന്നും ശരിക്കും ഇത് വിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ശരിക്കും ഇതിൻ്റെ ഉൾഭാഗം വെന്ത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുത്തത് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ടും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്